വെൽക്കം ടു സ്മാർട്ട് ശ്രീ ക്ലാസ്സസ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രപ്പസിഷനെ കുറിച്ചാണ് പറഞ്ഞത്. അതായത് ടു അതുപോലെ ബൈ എന്നീ രണ്ട് പ്രപ്പസിഷൻസിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. പക്ഷേ ഈ ക്ലാസ്സിൽ നമ്മൾ അടുത്ത ഒരു പ്രപ്പസിഷനായ ഓഫ്, ഓ എന്നാണ് അതിൻ്റെ യഥാർത്ഥ ഉച്ചാരണം, OF, ഈ പ്രപ്പസിഷൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോണത്. ഇപ്പോൾ എന്തിനാണ് ഓഫ് ഉപയോഗിക്കുന്നത്? ഇറ്റ് ഇൻഡിക്കേറ്റ്സ് എ റിലേഷൻ, ഒരു ബന്ധത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ ഓഫ് എന്ന പ്രപ്പസിഷൻ ഉപയോഗിക്കുന്നത്. അത് രണ്ട് നൗൺസ് തമ്മിലുള്ള ബന്ധമാവാം, ഒരു നൗണും മറ്റൊരു അജക്റ്റീവും തമ്മിലുള്ള ബന്ധമാവാം. ഇങ്ങനെ ബന്ധത്തെ, റിലേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓഫ് എന്ന പ്രപ്പസിഷൻ സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. അത് ഉദാഹരണത്തിലേക്ക് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഐഡിയ ക്ലിയർ ആവും. നോക്കുക. ഹീ ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ഹീ ഈസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. അവൻ എൻ്റെ കൂട്ടുകാരനാണ്. എൻ്റെ കൂട്ടുകാരനാണ്. ഇവിടെ നോക്കൂ, മൈൻ എന്ന ഈ വേർഡും ഫ്രണ്ട് എന്ന ആ വേർഡും തമ്മിൽ കണക്ട് ചെയ്യാൻ, അവ തമ്മിലുള്ള ബന്ധത്തെ കാണിക്കാനാണ് ഇവിടെ ഓഫ് എന്ന പ്രപ്പസിഷൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഫ്രണ്ട് ഓഫ് മൈൻ. അപ്പോൾ ഓഫ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മളതിന് അർത്ഥം പറയുമ്പോൾ ഇൻ്റെ, ഉടേ, അതുപോലെ ഇൽ, അതു നിമിത്തം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് അതിന് വരണത്. അപ്പോൾ ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നത് റിലേഷനെ കാണിക്കാനാണ്. അപ്പോൾ അടുത്ത എക്സാമ്പിൾ നോക്കൂ. ദ റോൾ ഓഫ് എ ടീച്ചർ. ദ റോൾ ഓഫ് എ ടീച്ചർ, ടീച്ചറുടെ റോൾ ഇൻ മോൾഡിങ് ചിൽഡ്രൻ, കുട്ടികളെ വാർത്തെടുക്കുന്നതിൽ ദ റോൾ ഓഫ് എ ടീച്ചർ, ഒരു ടീച്ചറുടെ അല്ലെങ്കിൽ ടീച്ചറിൻ്റെ, ഇവിടെയും ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻ്റെ, ഉടെ എന്നുള്ള അർത്ഥമാണ് ഇവിടെ കിട്ടുന്നത്. കൂടാതെ ടീച്ചർ എന്ന ഈ പദവും റോൾ എന്ന ഈ രണ്ട് നൗൺ ഫോംസും തമ്മിൽ ബന്ധിപ്പിക്കാനാണ് ഓഫ് എന്ന പ്രപ്പസിഷൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഓഫിൻ്റെ ഒന്നാമത്തെ ഒരു ഉപയോഗം. ഇനി അടുത്തതായി ഓഫ് ഉപയോഗിക്കുന്ന അടുത്തൊരു സാഹചര്യം പറയാം. കമ്മിങ് ഫ്രം എ പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട്, ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന, കമ്മിങ് ഫ്രം എ പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് ഓർ ലിവിങ് ഇൻ എ പ്ലേസ്, ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്ന എന്ന അർത്ഥത്തിലും ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം നോക്കാം. ഞാനിവിടെ എഴുതിയിരിക്കുന്ന ഉദാഹരണം, എ വുമൺ ഓഫ് ഇറ്റാലിയൻ ഒറിജിൻ, ഇറ്റാലിയൻ ഡിസെൻറ്റ്. എന്താ അതിൻ്റെ ആ പ്രയോഗത്തിൻ്റെ മീനിങ്? എ വുമൺ, സോണിയ ഈസ് എ വുമൺ ഓഫ് ഇറ്റാലിയൻ ഒറിജിൻ. സോണിയ ഇറ്റാലിയൻ പാരമ്പര്യമുള്ള ഒരു സ്ത്രീയാണ്. അതായത് അങ്ങനെയുള്ള പ്രത്യേക ഒരു പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളാണ് എന്നാണ് ഇവിടെ ഓഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓഫ് എന്ന് പറഞ്ഞാൽ കമ്മിങ് ഫ്രം എ പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട് എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കും. ഉണ്ടോ? ഇവിടെയും ഇറ്റാലിയൻ എന്ന പദവും വുമൺ എന്ന പദവും തമ്മിൽ കണക്ട് ചെയ്യാൻ, അവ തമ്മിലുള്ള റിലേഷനെ കാണിക്കാനാണ് ഇവിടെ ഓഫ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തതാണ് പീപ്പിൾ ഓഫ് വെയിൽസ്. വെയിൽസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ടിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. പീപ്പിൾ ഓഫ് വെയിൽസ് മീൻസ് പീപ്പിൾ ലിവിങ് ഇൻ വെയിൽസ് എന്നാണ് ഇവിടെ ഓഫിൻ്റെ അർത്ഥം. ലിവിങ് ഇൻ എ പ്ലേസ്. അപ്പോൾ കമ്മിങ് ഫ്രം എ പർട്ടിക്കുലർ ബാക്ക്ഗ്രൗണ്ട്, ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന, അതുപോലെ ലിവിങ് ഇൻ എ പ്ലേസ്, ഒരു പ്രത്യേക സ്ഥലത്ത് താമസിക്കുന്ന എന്നുള്ള അർത്ഥത്തിലും ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് ഓഫിൻ്റെ മറ്റൊരു ഉപയോഗമാണ് കൺസിസ്റ്റ് ഓഫ്. കൺസിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ കണ്ടെയ്ൻ, ഉൾക്കൊള്ളുക എന്ന അർത്ഥത്തിൽ ഈ ഓഫ് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ടു സേ വാട്ട് സംതിങ് ഈസ്, ഒരു വസ്തു എന്താണ് അല്ലെങ്കിൽ ആ ഒരു വസ്തുവിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്ന് പറയാൻ നമ്മൾ ഓഫ് എന്ന പ്രപ്പോസിഷൻ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നോക്കിയേ, എ ഗ്ലാസ് ഓഫ് മിൽക്ക്.
എന്താണ്? എ ഗ്ലാസ് ഓഫ് മിൽക്ക്. ആ ഗ്ലാസ്സിൽ ഉൾക്കൊണ്ടിരിക്കുന്നത് മിൽക്കാണ് അല്ലേ? അപ്പോൾ ആ ഉൾക്കൊള്ളുക എന്ന അർത്ഥത്തിലാണ് ഈ ഓഫ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. എ ഗ്ലാസ് കൺസിസ്റ്റ് ഓഫ് മിൽക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓർ കണ്ടെയ്ൻസ് മിൽക്ക്. ഉൾക്കൊള്ളുക എന്ന അർത്ഥത്തിൽ ഓഫ് ഉപയോഗിക്കാം. അടുത്തതോ എ ബോട്ടിൽ ഓഫ് ഹണി. എന്താ? എ ബോട്ടിൽ ഓഫ് ഹണി. എ ബോട്ടിൽ കണ്ടെയ്ൻസ് എ ബോട്ടിൽ ദാറ്റ് കണ്ടെയ്ൻസ് ഹണി. തേൻ ഉൾക്കൊള്ളുന്ന ആ ബോട്ടിൽ. ഇവിടെയും ഓഫ് എന്ന വേർഡ് ഉൾക്കൊള്ളുക അല്ലെങ്കിൽ കണ്ടെയ്ൻ, കൺസിസ്റ്റ് ഓഫ് എന്ന അർത്ഥത്തിലാണ് ഓഫ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടാതെ ഓഫിൻ്റെ മറ്റൊരു ഉപയോഗമാണ് ഇറ്റ് ഈസ് യൂസ്ഡ് വിത്ത് മെഷർമെൻറ്റ്സ് ആൻഡ് എക്സ്പ്രഷൻ ഓഫ് ടൈം. മെഷർമെൻറ്റ്, അളവുകൾ, അതുപോലെ എക്സ്പ്രഷൻ ഓഫ് ടൈം, സമയത്തെ കാണിക്കുന്ന എക്സ്പ്രഷൻസ് എന്നിവയോടൊപ്പം ഓഫ് ഉപയോഗിക്കാറുണ്ട്. ഏതെല്ലാം സാഹചര്യത്തിലാണ്? മെഷർമെൻറ്റ്, അതായത് അളവ്, അതുപോലെ എക്സ്പ്രഷൻസ് ഓഫ് ടൈം, ഈ സമയത്തെ പ്രകടിപ്പിക്കുന്ന ചില എക്സ്പ്രഷൻസിനോടൊപ്പം ഓഫ് എന്നുപയോഗിക്കാറുണ്ട്. ഉദാഹരണത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 2 kilos ഓഫ് പൊട്ടറ്റോ ഉണ്ടോ? 2 kilos ഓഫ് പൊട്ടറ്റോ. ഇവിടെ 2 kilos എന്നത് ഒരു മെഷർമെൻറ്റാണ്. 2 kilos ഓർ കിലോഗ്രാംസ് ഓഫ് പൊട്ടറ്റോ. 2 കിലോഗ്രാം പൊട്ടറ്റോ എന്ന അർത്ഥം കിട്ടാനാണ് ഇവിടെ ഓഫ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അടുത്തതാണ് എ ഗേൾ ഓഫ് 12. 12 വയസ്സുള്ള ഒരു കുട്ടി. അതും ഒരു യൂണിറ്റ് ഓഫ് മെഷർമെൻറ്റാണ്. അപ്പോൾ ഇങ്ങനെ മെഷർമെൻറ്റ്സിനോടൊപ്പം അതുപോലെ എക്സ്പ്രഷൻ ഓഫ് ടൈം, സമയത്തെ കാണിക്കുന്ന എക്സ്പ്രഷൻസിനോടൊപ്പം ഓഫ് എന്നുപയോഗിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതാണ് ഫോർ എന്ന പ്രൊപ്പസിഷൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ് അടുത്തായിട്ട് പറയണത്. ഓഫിൻ്റെ ഉപയോഗം ഏതാണ്ട് തീർന്നു. ഫോർ എന്ന പ്രൊപ്പസിഷൻ ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാം? ഒന്ന്, പ്രധാനമായി ഫോർ ഇസ് മെയിൻലി യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് എ പർപ്പസ് ഓർ എ റീസൺ. എന്തിനാണ്? ഒരു ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യത്തെ സൂചിപ്പിക്കാൻ ഫോർ എന്ന പ്രൊപ്പസിഷൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഫോറിൻ്റെ പ്രധാനമായ ഒരു ഉപയോഗമാണ് പറയുന്നത് ടു ഇൻഡിക്കേറ്റ് എ പർപ്പസ് ഓർ എ റീസൺ. ഒരു കാരണത്തെയോ അല്ലെങ്കിൽ ഒരു ഉദ്ദേശത്തെയോ അല്ലെങ്കിൽ ലക്ഷ്യത്തെയോ സൂചിപ്പിക്കാൻ ഫോർ ഉപയോഗിക്കുന്നു. ആ ഫോർ വാക്യത്തിൽ ഉപയോഗിക്കുമ്പോഴാണ് അത് വ്യക്തമാവുന്നത്. നോക്കാം. ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ ദ എക്സാം. നോക്കൂ, ഷീ ഹാസ് ബീൻ സ്റ്റഡിയിങ് ഫോർ ദ എക്സാം. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ എന്ന് പറഞ്ഞാൽ ആ ഉദ്ദേശത്തിന് വേണ്ടി. ഫോർ ദ എക്സാം, എക്സാം പാസ്സാവുക എന്ന ഉദ്ദേശത്തിന് വേണ്ടി അവിടെ അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫോർ എന്ന് പറഞ്ഞാൽ ഒരു ഇവിടെ ഉദ്ദേശത്തെ അല്ലെങ്കിൽ ലക്ഷ്യത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച പദമാണ്. അടുത്ത എക്സാമ്പിൾ, എ മെഷീൻ ഫോർ സ്ലൈസിങ് ബ്രെഡ്. എ മെഷീൻ, ഒരു യന്ത്രം. എന്തിനു വേണ്ടിയിട്ടുള്ളത്? എന്തുദ്ദേശത്തിന് വേണ്ടിയിട്ടുള്ളത്? ഫോർ സ്ലൈസിങ് ബ്രെഡ്. ബ്രെഡ് സ്ലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപകരണം എന്നാണ് ഈ രണ്ടാമത്തെ വാക്യത്തിൻ്റെ മീനിങ്. അവിടെ ഫോർ ഉപയോഗിച്ചിട്ടുള്ളത് വേണ്ടി എന്ന അർത്ഥത്തിലാണ് ഫോർ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോറിൻ്റെ ഒരു പ്രധാന ഉപയോഗമാണ് ഇവിടെ പറഞ്ഞത്. ഫോർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു പർപ്പസിനെയോ ഒരു ലക്ഷ്യത്തെയോ അല്ലെങ്കിൽ ഒരു റീസൺ, ഒരു കാരണത്തെയോ സൂചിപ്പിക്കാൻ ഫോർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതാണ് ഫോറിൻ്റെ അടുത്തൊരു ഉപയോഗമാണ് ഇവിടെ പറയണത്. ഫോർ ഒരു സമയത്തെയോ അല്ലെങ്കിൽ ഡ്യൂറേഷനെയോ ഇൻഡിക്കേറ്റ് ചെയ്യാൻ, സൂചിപ്പിക്കാൻ ഉപയോഗിക്കും. എന്തിനാണ്? ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റ് ടൈം ഓർ ഡ്യൂറേഷൻ. ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കാലയളവ്, ഒരു നീണ്ട കാലം എന്നാണ് ഡ്യൂറേഷൻ എന്ന ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ സമയത്തെയോ അല്ലെങ്കിൽ ഒരു ഡ്യൂറേഷനെയോ കാണിക്കാൻ, സൂചിപ്പിക്കാൻ ഫോർ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഐ സ്ലെപ്റ്റ് ഫോർ only 2 hours last night. I slept for only 2 hours last night. കഴിഞ്ഞ രാത്രി ഞാൻ വെറും 2 മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയത്. അവിടെ ടൈം ആണ്, 2 മണിക്കൂർ എന്ന ടൈമാണ്
ആ ടൈമിനെ സൂചിപ്പിക്കാൻ അതിനു മുന്നിൽ ഫോർ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോർ ഒരു സമയത്തെയും കാലയളവിനെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്ത എക്സാമ്പിൾ, ഐ ആം ഗോയിങ് എവേ ഫോർ എ ഫ്യൂ ഡേയ്സ്. ഐ ആം ഗോയിങ് എവേ ഫോർ എ ഫ്യൂ ഡേയ്സ്. എ ഫ്യൂ ഡേയ്സ് എന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഡ്യൂറേഷനാണ്. അപ്പോൾ ആ ഡ്യൂറേഷനെ സൂചിപ്പിക്കാൻ അതിന് മുമ്പിലായി ഫോർ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഐ ആം ഗോയിങ് എവേ ഫോർ എ ഫ്യൂ ഡേയ്സ്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഫോറിൻ്റെ മറ്റൊരു പ്രയോഗമാണ് ഇറ്റ് ഈസ് യൂസ്ഡ് in the sense of help or in order to help somebody. ആരെയെങ്കിലും സഹായിക്കുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഫോർ ഉപയോഗിക്കും. എന്താണ്? ഇൻ ഓർഡർ ടു ഹെൽപ്പ് സംബഡി ഓർ സം വൺ. ആരെയെങ്കിലും നമുക്ക് സഹായിക്കാൻ എന്ന അർത്ഥത്തിൽ നമ്മൾ ഫോർ എന്ന് ഉപയോഗിക്കും. ഉദാഹരണത്തിന്, വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു? വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ ഏത് രീതിയിൽ എനിക്ക് സഹായിക്കാൻ കഴിയും. ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു ഓർ ഇൻ വാട്ട് വേ ക്യാൻ ഐ ഹെൽപ്പ് യു. ഇവിടെ ഫോർ എന്നാൽ സഹായിക്കുക എന്ന ഒരു സഹായത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഫോർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തൊന്നാണ് ഫോറിൻ്റെ മറ്റൊരു ഉപയോഗമാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഷോ ഡിസ്റ്റൻസ്. ദൂരത്തെ അല്ലെങ്കിൽ അകലത്തെ കാണിക്കാൻ ഫോർ ഉപയോഗിക്കാറുണ്ട്. എന്താണ്? ഡിസ്റ്റൻസിനെ കാണിക്കാൻ. ഇവിടെ നോക്കാം, ദ റോഡ് വെൻറ്റ് ഓൺ ഫോർ മൈൽസ് ആൻഡ് മൈൽസ്. ദ റോഡ് വെൻറ്റ് ഓൺ ഫോർ മൈൽസ് ആൻഡ് മൈൽസ്. ആ റോഡ് മൈലുകളോളം. അപ്പോൾ അവിടെ ആ ഡിസ്റ്റൻസാണ് അവിടെ കാണിക്കുന്നത്. ആ ഡിസ്റ്റൻസിനെ കാണിക്കാൻ ആ ഡിസ്റ്റൻസിന് മുന്നിലായി ഫോർ എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഫോർ ഈസ് ഓൾസോ യൂസ്ഡ് ടു ഷോ ഡിസ്റ്റൻസ്. നെക്സ്റ്റ്, ഒരു അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഏർപ്പാടിനെ കാണിക്കാൻ, നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു അറേഞ്ച്മെൻറ്റിനെ കാണിക്കാൻ ഫോർ എന്നുപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ സാഹചര്യം നിങ്ങൾ നോക്കാം. ആൻ അപ്പോയിൻമെൻറ്റ് ഫോർ May 12. ആൻ അപ്പോയിൻമെൻറ്റ് ഫോർ May 12. May 12 എന്ന ആ ദിവസമാണ് ഒരു അപ്പോയിൻമെൻറ്റ് ഉള്ളത്. ആ May 12 എന്ന് പറഞ്ഞാൽ ആ ദിവസമാണ് നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് നമ്മളെങ്ങനെ പറയും? ആൻ അപ്പോയിൻമെൻറ്റ് ഫോർ May 12. ഇതൊരു അറേഞ്ച്മെൻറ്റാണ്. അപ്പോൾ ഫോർ ഈസ് യൂസ്ഡ് ടു സേ ഓർ ഷോ ദാറ്റ് സംതിങ് ഈസ് ഓൾറെഡി അറേഞ്ച്ഡ്. നേരത്തെ തീരുമാനിച്ച ആ ഒരു കാര്യത്തെ സൂചിപ്പിക്കാനും ഫോർ എന്ന് ഉപയോഗിക്കും. നെക്സ്റ്റ് വൺ, വി ആർ ഇൻവൈറ്റഡ് ഫോർ 7:30. ഉണ്ടോ? ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. അത് 7:30 ആ അറേഞ്ച്മെൻറ്റ്. ഞങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് 7:30 എന്ന ആ സമയത്താണ്. ഇതും ഒരു അറേഞ്ച്മെൻറ്റാണ്. ഇങ്ങനെ അറേഞ്ച്മെൻറ്റിനെ സൂചിപ്പിക്കാനും ഫോർ എന്നുപയോഗിക്കും. അടുത്തതാണ് ഫോറിൻ്റെ അടുത്ത മറ്റൊരു ഉപയോഗമാണ് ഇൻ എക്സ്ചേഞ്ച് ഫോർ സംതിങ്. എന്താണ്? ഇൻ എക്സ്ചേഞ്ച് ഫോർ സംതിങ്. അതിനു പകരമായി എന്ന അർത്ഥത്തിൽ ഫോർ ഉപയോഗിക്കാറുണ്ട്. എന്താണ്? ഇൻ എക്സ്ചേഞ്ച് ഫോർ സംതിങ്. ഒന്നിന് പകരമായി മറ്റൊന്ന്, അതിന് പകരമായി എന്ന അർത്ഥത്തിൽ ഫോർ എന്നുപയോഗിക്കാറുണ്ട്. ഇവിടെ ഉദാഹരണം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഐ വിൽ സ്വാപ്പ് ദീസ് 2 bottles ഫോർ ദാറ്റ് 1. ഐ വിൽ സ്വാപ്പ് എന്ന് പറഞ്ഞാൽ കൈമാറുക, പകരം നൽകുക എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഐ വിൽ സ്വാപ്പ് ദീസ് 2 bottles ഫോർ ദാറ്റ് 1. ആ ഒരു ബോട്ടിലിന് പകരമായി ഞാൻ നിങ്ങൾക്ക് ഈ 2 ബോട്ടിൽസ് തരാം. കേട്ടോ? ഇവിടെ ഫോർ എന്നുപയോഗിച്ചിരിക്കുന്നത് ഇൻ എക്സ്ചേഞ്ച് ഓഫ് എന്നാണ്. ഐ വിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇൻ എക്സ്ചേഞ്ച് ഓഫ് എന്ന അർത്ഥത്തിലാണ്. ഇൻ എക്സ്ചേഞ്ച് ഫോർ ദാറ്റ് 1. ആ ഒരെണ്ണത്തിന് പകരമായി. ഇപ്പോൾ ഇവിടെ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ എക്സ്ചേഞ്ച് ഓഫ് ദാറ്റ് 1. ആ ഒരു ബോട്ടിലിന് പകരമായി
ഐ വിൽ സ്വാപ്പ് ദീസ് 2 ബോട്ടിൽസ്. നിങ്ങൾക്ക് ഈ 2 ബോട്ടിൽ ഞാൻ തരും. അപ്പോൾ ഇൻ എക്സ്ചേഞ്ച് ഓഫ് എന്ന അർത്ഥത്തിൽ ഫോർ ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് ഫോറിൻ്റെ മറ്റൊരു സാഹചര്യം ഇൻ കണക്ഷൻ വിത്ത്, അതുമായി ബന്ധപ്പെട്ട്. എന്താണ് ഇൻ കണക്ഷൻ വിത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ കണക്ഷൻ വിത്ത്, ഹി വാസ് അറസ്റ്റഡ് ഇൻ കണക്ഷൻ വിത്ത് തെഫ്റ്റ്. അതിൻ്റെ ആ വാക്യത്തിൻ്റെ മീനിങ് ഇൻ കണക്ഷൻ വിത്ത് എന്ന് പറഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട്, കളവുമായി ബന്ധപ്പെട്ട് അവൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ഇൻ കണക്ഷൻ വിത്ത്, അതുപോലെ എബൌട്ട്, അതിനെക്കുറിച്ച് എന്നർത്ഥത്തിലും ഫോർ ഉപയോഗിക്കാറുണ്ട്. ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാം. ദേ ആർ ആങ്ഷ്യസ് ഫോർ ഹെർ സേഫ്റ്റി. ദേ ആർ ആങ്ഷ്യസ്, അവർ വളരെ ആകാംക്ഷയുള്ളവരാണ് അല്ലെങ്കിൽ ഉത്കണ്ഠയുള്ളവരാണ്. ഇൻ കണക്ഷൻ വിത്ത്, ഇവിടെ ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കണക്ഷൻ വിത്ത് എന്ന്, അതുമായി ബന്ധപ്പെട്ട് എന്നർത്ഥമാണ് ഇവിടെ കിട്ടുന്നത്. ഹെർ സേഫ്റ്റി, അവളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്. ഇവിടെ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ കണക്ഷൻ വിത്ത് അല്ലെങ്കിൽ എബൌട്ട് എന്നാണ് അതിൻ്റെ മീനിങ്. അപ്പോൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ നോക്കുക. ദേ ആർ ആങ്ഷ്യസ് ഇൻ കണക്ഷൻ വിത്ത് ഹെർ സേഫ്റ്റി എന്ന് പറയുന്നതിന് പകരമായി ദേ ആർ ആങ്ഷ്യസ് ഫോർ ഹെർ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഫോറിൻ്റെ മറ്റൊരു ഉപയോഗമാണ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ഇൻ കണക്ഷൻ വിത്ത് ഓർ എബൌട്ട്, അതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ന അർത്ഥത്തിൽ ഫോർ ഉപയോഗിക്കാറുണ്ട്. ഇനി ഫോറിൻ്റെ ഫോർ ഉപയോഗിക്കുന്ന മറ്റൊരു സാഹചര്യമാണ് നോക്കാം. ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ്, അതായത് ഒരു പ്രതിനിധി എന്ന നിലയിൽ, ഈ അർത്ഥത്തിലും ഫോർ ഉപയോഗിക്കാറുണ്ട്. എന്താണ്? ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ്, ഒരു പ്രതിനിധി എന്ന നിലയിൽ, ഈ അർത്ഥത്തിലും ഫോർ ഉപയോഗിക്കാറുണ്ട്. നോക്കാം, അത് വാക്യത്തിൽ ഉപയോഗിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഐ ആം സ്പീക്കിംഗ് ഫോർ എവരി വൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഐ ആം സ്പീക്കിംഗ് ഫോർ എവരി വൺ ഇൻ ദിസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലെ എല്ലാവരുടെയും പ്രതിനിധിയായി ഞാൻ സംസാരിക്കാറുണ്ട്. ഇവിടെ ഫോർ എന്ന് പറഞ്ഞാൽ ആസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എന്നാണ്. ഇങ്ങനെ ഒരു ഉപയോഗം കൂടി ഫോറിനുണ്ട്. അപ്പോൾ ഫോറിൻ്റെ പ്രധാന ഉപയോഗങ്ങളാണ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുത്തതാണ് ഫോറിൻ്റെ അവസാനമായിട്ടുള്ള ഒരു ഉപയോഗം കൂടി നിങ്ങളോട് പറയാം. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ സെൻസ് ഓഫ് ഇൻ സപ്പോർട്ട് ഓഫ്. ഇൻ സപ്പോർട്ട് ഓഫ് എന്ന അർത്ഥത്തിൽ ഫോർ ഉപയോഗിക്കാറുണ്ട്. എന്താ ഇൻ സപ്പോർട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ? അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്താങ്ങിക്കൊണ്ട് എന്ന അർത്ഥത്തിലും ഫോർ ഉപയോഗിക്കാറുണ്ട്. അത് ഈ വാക്യം നോക്കൂ നിങ്ങൾ. ആർ യു ഫോർ ഓർ എഗെയിൻസ്റ്റ് ദ പ്രപ്പോസൽ? ആർ യു ഫോർ ഓർ എഗെയിൻസ്റ്റ് ദ പ്രപ്പോസൽ? നിങ്ങൾ ആ പ്രപ്പോസലിന് എതിരാണോ അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രപ്പോസലിനെ നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടോ? ഇവിടെ ഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ സപ്പോർട്ട് ഓഫ്. ആർ യു ഇൻ സപ്പോർട്ട് ഓഫ് ദ പ്രപ്പോസൽ? നിങ്ങൾ ആ പ്രപ്പോസലിനെ അനുകൂലിക്കുന്നുണ്ടോ? അപ്പോൾ അനുകൂലിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിന്താങ്ങിക്കൊണ്ട് എന്ന അർത്ഥത്തിലും ഫോർ ഉപയോഗിക്കാറുണ്ട്. ഇതാണ് ഫോറിൻ്റെ പ്രധാന ഉപയോഗങ്ങൾ. അടുത്തതായി എപ്പോഴും കൺഫ്യൂസിങ് ആയിട്ടുള്ള 2 പ്രപ്പോസിഷൻസാണ്. അതേക്കുറിച്ചാണ് ഇനി നിങ്ങളോട് പറയണത്. അതായത് എബവ് ആൻഡ് ഓവർ. എബവ് എന്ന് പറഞ്ഞാൽ മീതെ അല്ലെങ്കിൽ മേലെ. ഓവർ എന്ന് പറഞ്ഞാലും ഏകദേശം ഇതേ അർത്ഥം തന്നെയാണ്. പക്ഷേ ഇവ എവിടെയാണ് ഉപയോഗിക്കുന്നത്? എബവ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ, ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ പരസ്പരം സ്പർശിക്കാതെ ഒന്ന് മറ്റൊന്നിൽ നിന്നും വളരെ ഉയരത്തിലാണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് എബവ് എന്നാണ്. ഒരു വസ്തുവോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അപ്പോൾ പരസ്പരം സ്പർശിക്കാൻ പാടില്ല. പരസ്പരം സ്പർശിക്കാതെ ഒന്ന് മറ്റൊന്നിൽ നിന്ന് വളരെ ഉയരത്തിലാണെങ്കിൽ നിങ്ങൾ എബവ് എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ,
ദ സ്കൈ ഈസ് എബവ് അസ്. ദ സ്കൈ ഈസ് എബവ് അസ്. നമ്മൾ അതുപോലെ ആകാശം. രണ്ട് വസ്തുക്കളാണ്. ഇവ പരസ്പരം സ്പർശിക്കാതെ നമ്മിൽ നിന്ന് വളരെ അകലത്തിലാണ്, വളരെ ഉയരത്തിലാണ് ആകാശം. അത് ഈ ആശയം നമ്മൾ അവതരിപ്പിക്കുമ്പോൾ എബവ് എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്. ദ സ്കൈ ഈസ് ഓവറസ് എന്ന് പറയുന്ന പ്രയോഗം തെറ്റാണ്. അപ്പോൾ എബവ് എന്ന ആ പ്രപ്പോസിഷൻ്റെ പ്രധാന ഒരു ഉപയോഗമാണിത്. പക്ഷേ ഈ വ്യത്യാസം കാര്യമായി കണക്കിലെടുക്കാറില്ല എങ്കിലും അത് നിങ്ങൾ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നോക്കാം, ഇവിടെ എബവ് ആൻഡ് ഓവർ ക്യാൻ ബി യൂസ്ഡ് ടു ഡിസ്ക്രൈബ് എ പൊസിഷൻ ഹയർ ദാൻ സംതിങ്. അതായത് ഒരു വസ്തുവിൻ്റെ മുകളിലാണ് മറ്റൊരു വസ്തു എന്ന് പറയാൻ നമുക്ക് എബവ് എന്നോ ഓവർ എന്നോ ഉപയോഗിക്കാം. പക്ഷേ എബവ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഇനി ഓവർ എന്നാൽ എന്താണ്? ഓവർ എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൻ്റെ ചലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട പ്രപ്പോസിഷനാണ് ഓവർ. ഫോർ എക്സാമ്പിൾ, ദ ക്യാറ്റ് ജംപ്ഡ് ഓവർ ദ വാൾ. ദ ക്യാറ്റ് ജംപ്ഡ് ഓവർ ദ വാൾ. ഇവിടെ ക്യാറ്റിൻ്റെ ആ ജമ്പ്, ചാട്ടത്തെക്കുറിച്ചാണ് പറയുന്നത്. അതൊരു മൂവ്മെൻ്റാണ്. അപ്പോൾ ഒരു മൂവ്മെൻറ്റിനെ കുറിച്ചാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഓവർ എന്ന് ഉപയോഗിക്കാം. ഇതാണ് ഓവറിൻ്റെ പ്രയോഗം. മറ്റൊന്ന്, ദേ ജംപ്ഡ് ഓവർ ദ സ്ട്രീം. ദേ ജംപ്ഡ് ഓവർ ദ സ്ട്രീം. ഇവിടെയും നോക്കൂ, മൂവ്മെൻ്റാണ്. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, ഫ്രം വൺ പ്ലേസ് ടു അനദർ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള മൂവ്മെൻറ്റുമായി, ചലനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നിങ്ങൾ ഓവർ എന്നുപയോഗിക്കാം. പിന്നെ ഓവറിൻ്റെ മറ്റൊരു ഉപയോഗമാണ് കവറിങ്. ഒരു വസ്തു മറ്റൊരു വസ്തുവിനെ പൂർണ്ണമായി കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ടതും, അപ്പോൾ ഈ സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ടതും ഓവർ എന്നാണ്. ഫോർ എക്സാമ്പിൾ, ഹീ പുട്ട് എ ബ്ലാങ്കറ്റ് ഓവർ ദ സ്ലീപ്പിംഗ് ചൈൽഡ്. ഹീ പുട്ട് എ ബ്ലാങ്കറ്റ് ഓവർ ദ സ്ലീപ്പിംഗ് ചൈൽഡ്. അവൻ എന്ത് ചെയ്തു? ആ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടിക്ക് മീതെ, അതായത് കുട്ടിയെ മുഴുവനായും കവർ ചെയ്തുകൊണ്ട് അവനൊരു ബ്ലാങ്കറ്റ് ഇട്ടു എന്നാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം.